മിതമായ നിരക്കിൽ കുപ്പിവെള്ളം വിതരണം ചെയ്യാൻ പട്ടാമ്പി നഗരസഭ ആരംഭിച്ച പദ്ധതി ഇതുവരെയും എങ്ങുമെത്തിയില്ല. പട്ടാമ്പി നഗരസഭയുടെ നേതൃത്വത്തിൽ കുടുംബശ്രീയുടെ സഹകരണത്തോടെ ശുദ്ധമായ ജലം കുപ്പികളിലാക്കി മിതമായ നിരക്കിൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം. ഇതിനായി കീഴായൂർ നമ്പ്രം ഭാരതപ്പുഴയോരത്ത് റവന്യൂ ഭൂമിയിൽ പ്ലാന്റിനുള്ള കെട്ടിടവും നിർമ്മിച്ചിരുന്നു. ആദ്യ ഭരണസമിതിയുടെ കാലത്ത് 25 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. പദ്ധതി നിർമ്മാണം തുടങ്ങിവെച്ചെങ്കിലും 4 വർഷമായിട്ടും പൂർത്തിയാക്കാനായില്ല. റവന്യൂ വകുപ്പിന്റെ 25 സെന്റ് സ്ഥലത്താണ് നിർമ്മാണം തുടങ്ങിയത്. എന്നാൽ പ്രവർത്തനാനുമതി ലഭിക്കാൻ സ്ഥലം പൂർണ്ണമായും നഗരസഭയ്ക്ക് വിട്ടുകിട്ടണം. എങ്കിൽ മാത്രമേ പദ്ധതിക്ക് ഫണ്ട് ചിലവഴിക്കാൻ കഴിയുകയുള്ളൂ. ഭൂമി വിട്ടു നൽകുന്നതിനായി കളക്ടർക്കടക്കം അപേക്ഷ നൽകിയിട്ടുണ്ടെന്നും അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് നിർമ്മാണം ആരംഭിക്കുമെന്നും നഗരസഭാ ഉപാധ്യക്ഷൻ TP ഷാജി പറഞ്ഞു. പട്ടാമ്പി നഗരസഭയിലെ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്താണ് നമ്പ്രം പ്രദേശത്ത് റവന്യൂ ഭൂമിയിൽ 25 സെന്റ് സ്ഥലത്ത് RO പ്ലാന്റ് സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായി അന്ന് 25 ലക്ഷം രൂപ അതിൻ്റെ പദ്ധതിക്ക് വേണ്ടി മാറ്റിവെക്കുകയും 10 ലക്ഷം രൂപ ചെലവഴിക്കുകയും ചെയ്തു. അപ്പോൾ ചെലവഴിച്ച ഫണ്ട് കരാറുകാരന് അന്ന് നൽകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി. കാരണം ഈ 25 സെന്റ് റവന്യൂ കൈവശം ഉണ്ടായിരുന്ന ഭൂമി നഗരസഭയ്ക്ക് വിട്ടുകിട്ടാത്തത് കൊണ്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെട്ടു. പിന്നീട് ഓംബുഡ്സ്മാൻ്റെ ഉത്തരവ് പ്രകാരമാണ് അന്നത്തെ കരാറുകാരന് അതുവരെ പൂർത്തീകരിച്ച പണിയുടെ പൈസ കൊടുക്കാൻ സാധിച്ചത്. പിന്നീട് പുതിയ ഭരണസമിതി വന്ന ശേഷം ആ സ്ഥലം മുനിസിപ്പാലിറ്റിക്ക് വിട്ടുകിട്ടാനുള്ള നടപടികൾ ആരംഭിച്ച് അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. ജില്ലാ കലക്ടറെ സമീപിച്ചിട്ടുണ്ട്. ജില്ലാ കലക്ടർക്ക് 25 സെന്റ് സ്ഥലം വരെ അവർക്ക് വിട്ടു നൽകാനുള്ള അധികാരം ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ വളരെ അടുത്ത ദിവസങ്ങളിലായി തന്നെ അത് വിട്ടുകിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് വിട്ടുകിട്ടിക്കഴിഞ്ഞാൽ ബാക്കി തുക കൂടി ചെലവഴിച്ച് എല്ലാ വീടുകളിലേക്കും 50 ലിറ്ററിൻ്റെ ക്യാനുകളാക്കി വെള്ളം സ്ഥാപനങ്ങളിലേക്കൊക്കെ 50 ലിറ്ററിൻ്റെ ക്യാനുകളിൽ വെള്ളം വിതരണം ചെയ്യാനാണ് കുടുംബശ്രീ വഴി ഉദ്ദേശിക്കുന്നത്. പിന്നീട് അതൊരു ബോട്ടിലിംഗ് പ്ലാന്റായിട്ട് മാറ്റുന്നതിനെക്കുറിച്ചും നഗരസഭ ആലോചിക്കുന്നുണ്ട്. കിണർ, മോട്ടോറുകൾ, ജലശുദ്ധീകരണശാല, ചില്ലിംഗ് പ്ലാന്റ് എന്നിവ ഉൾപ്പെട്ട പദ്ധതി പൂർണ്ണമായും കുടുംബശ്രീകളുടെ മേൽനോട്ടത്തിൽ നടത്താനാണ് ഉദ്ദേശിച്ചിരുന്നത്. ഹോട്ടലുകൾ, ബേക്കറി, വിവിധ സ്ഥാപനങ്ങൾ എന്നിവയിലൊക്കെ ഈ കുപ്പിവെള്ളം ലഭ്യമാക്കും. മിതമായ നിരക്കിൽ പട്ടാമ്പിയിലെ ജനങ്ങൾക്ക് ശുദ്ധജലം ലഭ്യമാക്കുക എന്നതോടൊപ്പം കുടുംബശ്രീക്ക് തൊഴിൽ സുരക്ഷ നൽകുക എന്നതുകൂടി ലക്ഷ്യമിട്ട് ആരംഭിച്ച പദ്ധതി ഇപ്പോൾ എവിടെയും എത്താത്ത അവസ്ഥയിലാണ്. കൊടും ചൂടുകാലത്ത് സ്വകാര്യ ഏജൻസികൾ വലിയ വില ഈടാക്കി കുപ്പിവെള്ളം വിതരണം ചെയ്യുമ്പോൾ പ്രസ്തുത പദ്ധതി എങ്ങുമെത്താത്തത് വൻ പ്രതിഷേധങ്ങൾക്കാണ് വഴിവെക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. Happy moments, timeless creations. Wedding collections from Kavita Gold and Diamonds.